ഒരിക്കലും ഇതുവരെ മമ്മൂട്ടി ഫാൻസ് ഒരു ചിത്രത്തിനും വെല്ലുവിളി നടത്തിയിട്ടില്ലല്ലോ. മറ്റ് സിനിമകളെക്കാളും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നുള്ള ഒരു വെല്ലുവിളിയും ഇല്ല. അയാൾ എല്ലാ സിനിമകളും ഒരു സാധാരണ സിനിമ പോലെ തന്നെ വരുന്നത്. ഇതും അതുപോലെ നിങ്ങൾ സാധാരണ സിനിമ പോലെ തന്നെ കണ്ടുള്ളൂ. കാരണം അങ്ങേർക്ക് ഇനിയും വരാനുണ്ട്. തിയേറ്റർ കത്തും കത്തിക്കുന്നൊന്നും പറയണ്ട, താനേ ആയിക്കോളും. മമ്മൂക്ക പടങ്ങൾക്ക് ഒരു ചിത്രത്തിനുമല്ല, വരാനിരിക്കുന്ന കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ സിനിമകൾക്കും ജനങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെ ആ പ്രതീക്ഷയ്ക്കൊക്കെ അനുയോജ്യമായി നിന്നിട്ടുമുണ്ട്. പ്രതീക്ഷ തെറ്റിച്ചിട്ടില്ല. ഇത് വളരെയധികം ജനങ്ങളെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും യൂത്തുകളും യുവാക്കളും പ്രേക്ഷകരും സ്ത്രീകളും കേരളത്തിലെ ഇന്ത്യയിലെ മൊത്തം പ്രേക്ഷകരും ലോകമെമ്പാടുള്ള പ്രേക്ഷകരും കാത്തുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ്. 23-ന് റിലീസ് ചെയ്യുന്നു. വലിയൊരു ഞെട്ടിപ്പിക്കുന്നൊരു സംഭവം തന്നെ ആയിരിക്കും. മമ്മൂക്കയുടെ ഭാഗത്തു നിന്നും ഇത് പ്രായത്തിലും യുവാക്കളോട് മത്സരം യുവാക്കളോടുള്ള പോലെ തന്നെ ജനങ്ങൾ അതുപോലെ കാത്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ടർബോ. ടർബോനെ കുറിച്ചിട്ട് എന്താ പ്രതീക്ഷിക്കാൻ? പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നുമില്ല. മമ്മൂക്കൻ്റെ പടമല്ലേ, എന്താ ഇപ്പോൾ പറയാനുള്ളത്? ഏത് ഷൈലോക്ക് 2021 2-3 വർഷം മുമ്പ് ഷൈലോക്ക് വന്നത്. ആ പ്രായമല്ലല്ലോ ഇപ്പോൾ മമ്മൂക്ക 72ാമത്തെ വയസ്സിൽ ആക്ഷൻ പടമുണ്ട്. എന്താ പറയാനുള്ളത്? തിയേറ്റർ കത്തും കത്തിക്കുന്നൊന്നും പറയണ്ട, താനേ ആയിക്കോളും. അത്രേ പറയാനുള്ളൂ. മമ്മൂക്കനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പുകഴ്ത്തിയാലും നമുക്ക് മതിയാവില്ല. കാരണം കേരളത്തിൻ്റെ സ്റ്റാമ്പാണ് മമ്മൂക്ക സിനിമകൾക്ക് കളക്ഷൻ്റെ കാര്യത്തിൽ ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ചർച്ചകളാണ്. പിള്ളേരടക്കം 100 കോടികൾ നേടി. മമ്മൂക്ക സിനിമകൾ ഇതുവരെ 100 കോടി അടിക്കുന്നില്ല, അങ്ങനെയുള്ള പല കമൻറ്റുകളും നമ്മൾ നിത്യം കാണുന്നതാണ്. അതിനെക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ 50 കോടി അല്ലെങ്കിൽ 25 കോടി ഒരു സിനിമയ്ക്ക് ആയിക്കഴിഞ്ഞാൽ 100 കോടിയായി 150 കോടിയായി എന്ന് പോസ്റ്റ് അടിച്ച് അതൊരു ബിൽട്ടപ്പ് പ്രചരണം നടത്തുന്ന ഒരു സ്വഭാവം മമ്മൂക്കാക്കുമില്ല, മമ്മൂക്ക കമ്പനിക്കുമില്ല. മമ്മൂക്ക ചിത്ര തിയേറ്റർ കളക്ഷൻ ഇതുവരെ 100 കോടി മറികടന്നിട്ടില്ല. സാധാരണ ഈ കളക്ഷൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തിയേറ്റർ കളക്ഷനും ഈ സിനിമയുടെ ബിസിനസ്സും കൂടിയാണ്. എല്ലാം കൂടി ചേർന്നിട്ടാണ് 100 കോടി എന്നൊക്കെ പറയുന്നത്. മമ്മൂക്ക സത്യത്തിൽ പറഞ്ഞാൽ തിയേറ്റർ കളക്ഷൻ മാത്രമേ കൊടുക്കാറുള്ളൂ, ബിസിനസ് കളക്ഷൻ കൊടുക്കാറില്ല. പിന്നെ നമ്മളിപ്പോൾ ടർബോ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുറിക്കും അങ്ങനെ ഒരു ഫാൻസ് നമ്മൾ ഒരിക്കലും ഇതുവരെ മമ്മൂട്ടി ഫാൻസ് ഒരു ചിത്രത്തിനും വെല്ലുവിളി നടത്തിയിട്ടില്ലല്ലോ. മറ്റ് സിനിമകളെക്കാളും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നുള്ള ഒരു വെല്ലുവിളിയും ഇല്ല. അയാൾ എല്ലാ സിനിമകളും ഒരു സാധാരണ സിനിമ പോലെ തന്നെ വരുന്നത്. ഇതും അതുപോലെ നിങ്ങൾ സാധാരണ സിനിമ പോലെ തന്നെ കണ്ടുള്ളൂ. കാരണം അങ്ങേർക്ക് ഇനിയും വരാനുണ്ട്, മറ്റുള്ള നടന്മാർക്ക് ഇനി വരാനില്ല. അതുകൊണ്ട് അവരങ്ങനെ പറയുന്നു. ഇത് ഇനിയും വരാനുണ്ട്. അതുകൊണ്ട് എല്ലാ സിനിമകളും വരുന്ന പോലുള്ള ഒരു സിനിമ അത്രമാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. മമ്മൂട്ടി കമ്പനി ആദ്യമായി ചെയ്യുന്നൊരു കൊമേഴ്സ്യൽ സിനിമ, ഇതൊക്കെ തന്നെയാണ് പ്രതീക്ഷ. പിന്നെ ഡയറക്ടർ, പിന്നെ അതിലുപരി ഇതിനു മുമ്പിൽ വൈശാഖൻ ഒരുപാട് പേര് കഥ എഴുതിയിട്ടുണ്ട്. അതിലല്ലല്ലോ ഇപ്പോൾ നിതിൻ മാനുവലാണ്. നല്ല ആളല്ലേ, സൂപ്പറല്ല. അതൊക്കെ തന്നെയാണ് പ്രതീക്ഷ. പിന്നെ പടം ടർബോ എന്ന പോസ്റ്റ് നമ്മൾ അവിടെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം സിനിമയാണ്. നമുക്ക് ഒന്നും കാണാണ്ടൊന്നും നിൽക്കില്ല. കാരണം ഞാനൊരു വലിയ കലാകാരനാണ്. മമ്മൂക്കാൻ്റെ കൂടെ 4 ദിവസം മമ്മൂക്കാൻ്റെ ഒരു പടത്തിൽ ഞാൻ വർക്ക് ചെയ്തവനാണ്, ഫാൻറ്റം പറഞ്ഞ പടത്തിൽ. അപ്പോൾ അന്ന് നമ്മൾ പരിചയപ്പെട്ടില്ലെങ്കിലും മമ്മൂക്കാൻ്റെ 4 ദിവസം ഇങ്ങനെ കണ്ടു നിന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് കുറേ അതിൻ്റെ മുമ്പിൽ ഞാൻ മമ്മൂക്കാൻ്റെ ആൾ തന്നെയാണ്. കാരണം മമ്മൂക്ക എന്ന് പറയുന്നൊരു പ്രത്യേക ഒരു എന്താ പറയുക, അങ്ങനെയാണ്. ഇപ്പോൾ കളക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ മമ്മൂക്ക ചിത്രങ്ങൾ കളക്ഷനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയാനുള്ളത്, കൂടുതലായിട്ട് പറയാനുള്ളത് എന്താണ്? ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ തുടർച്ചയായിട്ട് ചിത്രങ്ങൾ മമ്മൂക്ക പടത്തിൽ തന്നെ ഒരു വർഷത്തിലൊരു 3 പടത്തിൻ്റെ എടുത്ത് നോക്കിയാൽ 3 പടവും വലിയ ഇൻഡസ്ട്രിയിൽ തിയേറ്റർ പാർട്ടികൾക്ക് വലിയ ലാഭമുണ്ടായി കൊടുത്ത ചിത്രങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ വർഷത്തെ തുടക്കം തന്നെ പറയുകയാണെങ്കിൽ ഒരു ഓസ്ലാറോടുകൂടിയാണ് തിയേറ്റർ എന്ന് ഉണർന്നത്. ഓസ്ലാറിന് ശേഷം വന്നിട്ടുള്ള ബ്രഹ്മയുഗം. അപ്പോൾ ഇതുപോലുള്ള ചിത്രങ്ങളിലേക്കൊക്കെ ബ്രഹ്മയുഗം പോലുള്ള ചിത്രം ഒരു 5 ആളെ വെച്ചിട്ട് ഒരു 5 ആർട്ടിസ്റ്റുകൾ മാത്രം വെച്ചിട്ടുള്ള സിനിമയാണ് കോടികളുടെ കളക്ഷനായിട്ട് തിയേറ്ററിൽ നിറഞ്ഞു കവിഞ്ഞ് ഓടിയത്. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഓടിയിട്ടുള്ള ഒരു ചിത്രമാണത്. കാതൽ പോലുള്ള ബ്രഹ്മയുഗം പോലുള്ള സിനിമകൾ മറ്റേത് നടന്മാരെ കൊണ്ടും അത് ഏറ്റെടുത്ത് ഇത്രയും വിജയിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഈ സിനിമയുടെ ഒരു അണിയറയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ വിലയിരുത്തുന്ന സമയത്ത്? മമ്മൂട്ടി കമ്പനിയാണല്ലോ നിർമ്മാണം. മമ്മൂട്ടി കമ്പനി എന്നുള്ളത് ഒരു ബ്രാൻഡാണ്. അത് എപ്പോഴും ജനങ്ങൾക്ക് ആ മമ്മൂട്ടി കമ്പനി എന്നുള്ളൊരു വിജയപ്രതീക്ഷ ഉള്ളൊരു കമ്പനിയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, വൈശാഖ്, മിഥുൻ മാനുവൽ തോമസ്
അതുപോലൊരു ടീം. വൈശാഖും മമ്മൂക്കയും നല്ലൊരു കോമ്പിനേഷനാണ്. കാരണം ഇതിനു മുമ്പ് വന്ന പടങ്ങളൊക്കെ മെഗാ ഹിറ്റുകളാണ്. അതുപോലെ ഒരു നല്ല ഒരു എൻ്റർടൈനർ പടമായിരിക്കും. ഈ കമ്പനിൻ്റെ പേരിൽ ഒരു കൊമേഴ്ഷ്യൽ സിനിമ ആദ്യമായിട്ട് വരുന്നത്. അതിനനുസരിച്ച് എല്ലാ ചേരുവകളും ഈ പടത്തിലുണ്ടെന്നുള്ളതാണ് അണിയറക്കാരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്.